16 വർഷം, 3 തലമുറ കഴിഞ്ഞ് 4ാമത്തെ തലമുറ, 27 ലക്ഷത്തോളം വാഹനങ്ങൾ വിറ്റഴിച്ച ഡിസയർ പുതിയ അവതാരത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ റിവ്യൂ എടുത്തു നോക്കാം. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും ഒരു ഡിസയറിൻ്റെ ലോഞ്ച് എന്ന് പറയുമ്പം എന്താ മനസ്സിലൂടെ കടന്നു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ ഒരു സെഡാൻ വേർഷൻ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? ഫോർ ദാറ്റ് മാറ്റർ ഒരു കാലത്ത് എല്ലാ മാനുഫാക്ചറേഴ്സും അങ്ങനെ തന്നെയായിരുന്നു. ഹാച്ച് ബാക്കിന് ഒരു വാല് കൊടുത്തു കഴിഞ്ഞാൽ സെഡാനായി എന്നുള്ള ഒരു ഇതായിരുന്നു. അത് ഏറ്റവും എവിഡൻ്റ് ആയിരുന്നത് മാരുതി സുസുക്കിക്ക് തന്നെയായിരുന്നു. ഇപ്പം ജെൻ 1, ജെൻ 2, ജെൻ 3 ഡിസയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്വിഫ്റ്റിനൊരു വാല് വെച്ചതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഓൾ ന്യൂ ഡിസയർ 2024 കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ലീഗ് ഓൾ ടുഗെദർ. നമ്മളിതിൻ്റെ പല ആസ്പെക്ട്സും നോക്കിക്കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ ജാപ്പനീസ് അല്ലെങ്കിൽ സുസുക്കി ഡിസൈൻ പോലെയല്ല തോന്നുന്നത്. ഡിസൈനിൽ ബെഞ്ച് മാർക്ക് വയ്ക്കുന്നത് ജർമ്മൻ ഡിസൈൻസ്. ഈ ഡിസയറിനെ നമ്മൾ പല ആംഗിളിലൂടെ നോക്കുമ്പോൾ പല ജർമ്മൻ കാസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ആംഗിളിൽ നോക്കുമ്പം ഓഡി A4 ഒരു ലുക്ക് ഫ്രണ്ട് ഫേഷ്യ കൊണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഇതുവരെ വന്നിരുന്നത് K സീരീസ് എഞ്ചിനായിരുന്നു മാരുതി സുസുക്കിയുടെ വെഹിക്കിൾസിനെല്ലാം. ഇപ്പം അത് റീപ്ലേസ് ചെയ്ത ഒരു Z സീരീസ് എഞ്ചിനാണ് നമ്മുടെ പുതിയ ഡിസയറിന് വന്നിട്ടുള്ളത്. 1200 cc ആണ്, 81 PS പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 112 Nm ടോർക്കാണ്. ശരിക്കും ഭയങ്കര ഒരു ടോക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനൊന്നുമല്ല. ഈ വാഹനം ഉദ്ദേശിക്കുന്നത് ഒരു എന്തൂസിയാസ്റ്റിന് അല്ലെങ്കിൽ ഒരു പവർ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര സ്പീഡിൽ പോകാനുള്ള ഒരു കാറായിട്ടല്ല. ഇത് മോർ ലൈക്ക് ആൻ എക്കണോമിക് വെഹിക്കിളാണ്. ഇത് നമുക്കെല്ലാം അറിയാം, ഡിസയർ ഒരു റെവല്യൂഷണറി വെഹിക്കിൾ തന്നെയായിരുന്നു. ഫസ്റ്റ് ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ 2008 ഡിസയർ വന്നിരുന്നത് പെട്രോളും ഡീസലും എൻജിൻസിലായിരുന്നു ആ കാലത്ത്. ആ ഒരു ഡീസൽ എഞ്ചിനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഇന്ത്യയിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു ഡീസൽ എഞ്ചിനായിരുന്നു. അത് 2020 BS6 വരവോടുകൂടി ആ എൻജിൻ മാർക്കറ്റിൽ നിന്ന് തന്നെ വിഡ്രോ ചെയ്തു. ആ പെർട്ടിക്കുലർ എൻജിൻ അക്രോസ് 4 മാനുഫാക്ചറേഴ്സ് ആൻഡ് n നമ്പർ ഓഫ് വെഹിക്കിൾസ് യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഡീസൽ എൻജിൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിരുന്നു. ടാറ്റ മോട്ടോഴ്സിന് ക്വാഡ്രോജെറ്റ്, ഫിയറ്റിന് മൾട്ടിജെറ്റ്, എന്നാൽ മാരുതി സുസുക്കിക്ക് DDIS എന്ന പേരായിരുന്നു ആ എൻജിനുണ്ടായിരുന്നത്. ഹെഡ് ലാമ്പിലാണെങ്കിലും വളരെ ഗണ്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. LED ക്രിസ്റ്റൽ വിഷൻ ഹെഡ് ലാമ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലൊരു 6 സീരീസ് ഓഫ് LEDs നമുക്ക് ഹെഡ് ലാമ്പിനുള്ളിൽ കാണാം. അത് വിറ്റാറയ്ക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലത്തെ ഒരു ഡിസൈനാണ്. പിന്നെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രില്ല് കണ്ടാൽ തന്നെ ഏതോ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ലുക്കാണ് ഫ്രണ്ടിൽ നിന്നും കിട്ടുന്നത്. ഈ ടെയിൽ ലാമ്പ് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മാരുതി സുസുക്കി വിളിക്കുന്ന ട്രിനിറ്റി ടെയിൽ ലാമ്പ് എന്നാണ്. തികച്ചും ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. മുൻകാലങ്ങളിലെ ഒരു ഡിസയറൊക്കെ നമ്മൾ കാണുമ്പം ഒരു ടാക്സി വെഹിക്കിളിനെ ഓർക്കുന്ന രീതിയിലാണ്. ഇത് ടാക്സി സെഗ്മെൻറ്റിന് മാത്രമല്ല, മാരുതി ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് സെഗ്മെൻറ്റ്സിനെയും കൂടെ കേറ്റർ ചെയ്യാവുന്ന ഒരു വാഹനം തന്നെയാണ്. ഡിസയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞാൽ 1.2 ലിറ്റർ Z സീരീസ് പെട്രോൾ എഞ്ചിനാണ്. K സീരീസിനെ റീപ്ലേസ് ചെയ്ത് പുതിയ ഒരു Z സീരീസ് 3 സിലിണ്ടർ എഞ്ചിനാണ്. 81 PS പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന 112 Nm ടോർക്കുള്ള എഞ്ചിനാണ്. ഇതൊരു വലിയ പവർഫുൾ എഞ്ചിനൊന്നുമല്ല. ഇത് മാരുതി അല്ലെങ്കിൽ സുസുക്കി ഇതിൻ്റെ ഒരു USP കൈൻഡ് ഓഫ് തിങ് എക്കണോമി തന്നെ ആയിരിക്കും. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത സ്വിഫ്റ്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് 30 km/ലിറ്റർ മൈലേജാണ് പറയുന്നത്. ഏകദേശം അത്രയും വരില്ലെങ്കിലും സെഡാൻ ആയതുകൊണ്ട് തന്നെ 24.79 km/ലിറ്റർ മാനുവലിനും 25.71 km/ലിറ്റർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ഒരു CNG വേരിയൻറ്റും കൂടെ എക്സ്പെക്റ്റഡ് ആണ്. അതിന് 33.73 km/kg ഓഫർ ചെയ്യുന്നത്.
5 സ്പീഡ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ അഥവാ AMT-യിലുമാണ്. AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിൽ ബെസ്റ്റ് ഓഫ് ദ ടെക്നോളജീസ് അല്ലെങ്കിലും AMT-യിൽ ദ ബെസ്റ്റ് സുസുക്കിയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് കാലം തെളിയിച്ച ഒരു കഥയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ ഈ ഗിയർ ലിവർ പൊസിഷനും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനൊരു പാക്കില്ല, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് ആണ്. സ്റ്റാൻഡേർഡ് ഫീച്ചറായിട്ട് 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാർത്തകളിലെല്ലാം ഉണ്ടായിരുന്നു മാരുതിക്ക് ആദ്യമായിട്ട് 5 സ്റ്റാർ ഗ്ലോബൽ എൻക്യാപ് റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയാണ് ഡിസയർ. ഇപ്പം നമ്മളൊരു 10 അല്ലെങ്കിൽ 15 ഇയേഴ്സ് ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ മാരുതിയുടെ ആക്സെപ്റ്റൻസ് കൂടുതലായിരുന്നു. മാരുതിയുടെ USP അന്ന് എന്തായിരുന്നു? എക്കണോമി എന്നുള്ളതായിരുന്നു. അന്നൊന്നും സേഫ്റ്റിക്ക് ഇത്രയും പ്രാധാന്യം നൽകാത്ത ഒരു കാലമായിരുന്നു. അപ്പോൾ 2 കാര്യങ്ങളായിരുന്നു അന്ന് നോക്കുന്നത്, എക്കണോമിയും റീസെയിൽ വാല്യൂവും. പക്ഷേ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റ് തികച്ചും ചേഞ്ച് ആയിട്ടുണ്ട്. സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ 6 എയർ ബാഗ്സ് ഇപ്പം മാൻഡേറ്ററി ആണ്. അതോടൊപ്പം മാരുതിയോടൊരു അപ്രിഹെൻഷൻ ആളുകൾക്ക് വരാൻ കാര്യം സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് താഴെയാണെന്നാണ്. പക്ഷേ ഡിസയർ അതിന് വിപരീതമായിട്ട് ലോഞ്ചിന് മുമ്പ് തന്നെ എൻക്യാപ് റേറ്റിംഗ് 5 സ്റ്റാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഒരു മസ്റ്റ് ഹാവ് ഫീച്ചറായിട്ട് മാറിയിട്ടുണ്ട് സൺറൂഫ്. ഡിസയറിന് ഫസ്റ്റ് ഇൻ ക്ലാസ് സൺറൂഫ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ. ആ ഒരു കാര്യം കൂടെ മാരുതി സുസുക്കി ഇൻ്റലിജൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റനയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സബ് 4 മീറ്റർ ആണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഒരു കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബിലോ 4 മീറ്റർ ആണ്. 3995 mm ലെങ്ത് ആണ്. 1735 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ വിഡ്ത്ത്. 1525 ഹൈറ്റ് ആണ്. വീൽ ബേസ് സ്വിഫ്റ്റിൻ്റെ അതേ വീൽ ബേസ് തന്നെയാണ്. 2450 mm ആണ്. ഒരു സെഡാനെ സംബന്ധിച്ചിടത്തോളം 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അത് ഡീസൻ്റ് ആണ്. പുതിയ ഡിസയറിന് നമുക്ക് റിമോട്ട്ലി ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബൂട്ട് സ്പേസ് പറയുവാണെങ്കിൽ ഔട്ട് ഗോയിങ് മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു 4 ലിറ്റർ ബൂട്ട് സ്പേസ് കൂടിയിട്ടുണ്ട്. ഔട്ട് ഗോയിങ് അല്ലെങ്കിൽ 3rd ജനറേഷൻ ഡിസയറിൻ്റെ 378 ലിറ്റർ ആയിരുന്നു ബൂട്ട് സ്പേസ് എങ്കിൽ പുതിയ ഡിസയറിന് 382 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. ഹൗവർ കോമ്പറ്റീഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് കുറവാണ്. കോമ്പറ്റീഷനായ അമേസിനും ടിഗോറിനും നോക്കിക്കഴിഞ്ഞാൽ ഒരല്പം കൂടുതലാണ് ബൂട്ട് സ്പേസ്, 400 ലിറ്റേഴ്സ് ആണ്. പക്ഷേ അപ്പം നമ്മൾ ട്രേഡ് ഓഫ് ചെയ്യേണ്ട പല കാര്യങ്ങളും പുതിയ ഡിസയറിനുണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊടുക്കുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും തോന്നും അതൊരു കോസ്മെറ്റിക് കാര്യമാണ്, ഒരു ആവശ്യമുള്ളൊരു ഫീച്ചറല്ല. പക്ഷേ ഇത്രയും ഇൻക്രീസിങ് ട്രാഫിക്കിനിടയിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എസ്പെഷ്യലി നൈറ്റിലൊക്കെ നാരോ റോഡ്സിൽ കൂടെ പോകുമ്പോഴൊക്കെ ഈ 360 ഡിഗ്രി ക്യാമറ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് നൈറ്റിൽ കേരളത്തിലെ കാലാവസ്ഥ അറിയാമല്ലോ, മഴക്കാലത്തൊക്കെ നൈറ്റ് വിഷൻ ഭയങ്കര മോശമായിരിക്കും. 360 ഡിഗ്രി ക്യാമറ നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് അത് എൻഗേജ് ചെയ്യാൻ പറ്റും. അപ്പം നാരോ ലെയിൻസിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ പാർക്കിംഗ് മാത്രമല്ല മറ്റ് ആവശ്യങ്ങൾക്കും ഇത് നമുക്ക് ഈസിലി വണ്ടി മാനുവർ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ക്യാബിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയ മാരുതി സുസുക്കി വെഹിക്കിൾസിൻ്റെ പലതിൻ്റെയും ആ ഒരു സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇതിനും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഹയർ എൻഡ് വേർഷന് ഡ്യുവൽ ടോൺ അലോയ് വീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഡയമണ്ട് കട്ട് അലോയ് വീലൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇതൊരു ഡ്യുവൽ ടോൺ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ലോവർ എൻഡ് വെഹിക്കിളിനും പിന്നെ സ്റ്റീൽ വീലാണെങ്കിൽ പോലും ഇതുപോലെ തന്നെ തോന്നിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്ന വീലാണ്. അപ്പം നമ്മൾ ഒരു ലോവർ എൻഡ് വെഹിക്കിളാണ് ഡിസയറിൻ്റെ വാങ്ങിക്കുന്നതെങ്കിലും നമുക്ക് പിന്നീട് ഒരു അലോയ് വാങ്ങിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. മാരുതിയുടെ നെക്സ ഷോറൂമിലൂടെ അവൈലബിൾ ആയിട്ടുള്ള ഹയർ എൻഡ് വെഹിക്കിൾസിൻ്റെ പോലെ തന്നെ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ, അതായത് ഹയർ എൻഡ് വെഹിക്കിളിന് ZXi പ്ലസ് മാനുവലിനും ഓട്ടോമാറ്റിക്കിനും 9 ഇഞ്ച് സ്ക്രീനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറാസ് ബേസിക് മോഡൽസിന് 7 ഇഞ്ചാണ്. കാറിൻ്റെ പല പല ഇൻഫർമേഷനും ഈ ഒരു സ്ക്രീനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സുസുക്കി കണക്ട് പോലെയുള്ള ആപ്പും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, GPS, ഫോണിൽ നമുക്ക് മിറർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ലേറ്റസ്റ്റ് ഡിസയറിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ആയാലും ടോഗിൾ ചെയ്യുന്ന ടൈപ്പ് ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് നോക്കിയാലും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. നമ്മൾ ബലേനോയിലും വിറ്റാറയിലും ജിംനിയിലും എല്ലാം കാണുന്ന പോലത്തെ സ്റ്റിയറിംഗ് വീല് തന്നെയാണ് ഇതിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മ്യൂസിക് സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്ലസ് റൈറ്റ് സൈഡിൽ ക്രൂസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഒരു എൻജിൻ ഓപ്ഷനിലാണ് ഇത് അവൈലബിൾ എങ്കിലും 2 ട്രാൻസ്മിഷൻ ഓപ്ഷൻസിലാണ്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും റെയറിൽ AC വെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ചാർജിങ് പോർട്ട്സ് ഉണ്ട് റെയർ പാസഞ്ചേഴ്സിന് യൂസ് ചെയ്യാനായിട്ട്. 3 പേർക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ക്രാംഡ് ആയിരിക്കും. പിന്നെ 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് 3 പാസഞ്ചേഴ്സിനും റെയറിൽ കൊടുത്തിട്ടുള്ളത്. റെയറിൽ മിഡിൽ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരു ആം റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് റെയറിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഡിസയറിന് സ്വിഫ്റ്റിൻ്റെ പോലെ തന്നെ ഉള്ള പെർഫോമൻസ് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. സ്വിഫ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് 3 സിലിണ്ടർ എൻജിൻ ആയതുകൊണ്ട് തന്നെ ഐഡിലിങ്ങിൽ ഭയങ്കര ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഡിസയറിനും ഫീൽ ചെയ്യുന്നുണ്ട്. ഹൗവർ അതിൻ്റെ പെർഫോമൻസ് വൈസ് അതിന് ഒരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു എൻജിനീയറിങ് ആ രീതിയിലാണ്. അത് നമുക്ക് ഡിസയറിലും എക്സ്പെക്റ്റ് ചെയ്യാം. ഡിസയറിന് വയർലെസ് ചാർജിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ ഹയർ എൻഡ് വെഹിക്കിൾസിനുമുള്ള ഒരു ഫീച്ചറാണ്. ഒരു 10 വർഷം മുമ്പ് ശരിക്കും ഒരു ആസ്പയർ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സബ് 4 മീറ്റർ സെഗ്മെൻറ്റ് സെഡാൻ. അതിൻ്റെ ഒരു പൈനിയർ ഡിസയർ തന്നെയായിരുന്നു. ഡിസയറിൻ്റെ ചുവട് പിടിച്ച് പല മാനുഫാക്ചറേഴ്സും പല വെഹിക്കിൾസുമായിട്ട് അന്ന് വന്നു. അതൊരു ഹോട്ട് സെല്ലിംഗ് ഒരു സെഗ്മെൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ അതിനെ റീപ്ലേസ് ചെയ്ത് സബ് കോമ്പാക്ട് SUVs ആണ്. അത് മാരുതി സുസുക്കി ബ്രസ ആയാലും ഫോർഡ് എക്കോസ്പോർട്ട് ആയാലും അങ്ങനെ കുറേ വാഹനങ്ങൾ വന്നു. അപ്പം കുറേ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു പ്രിഫറൻസ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ എക്കാലത്തും ഒരു കാറെന്ന് പറഞ്ഞാൽ 3 ക്യാബിൻ സെഡാൻ ആണ്. ഒരു ശരിക്കും ഒരു കാർ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു കാറെന്ന് പറഞ്ഞാൽ കാറിൻ്റെ ആ ഒരു ടെർമിനോളജി ഡിഫൈൻ ചെയ്യുന്നത് സെഡാനാണ്. ഡ്യൂ ടു വാട്ട് എവർ റീസൺ SUVയിലേക്ക് മാറുന്നുണ്ടെങ്കിലും സെഡാൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റേബിളാണ് സെഡാൻ കാർസ്. അത് കുറച്ചുകൂടെ റോഡ് ഗ്രിപ്പുള്ള വാഹനമാണ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് പോകുമ്പം ലെസ് ഫറ്റീഗ് ആണ് സെഡാനിലൂടെ ഉണ്ടാവുക. ഇത് ഡിസയർ 4th ജനറേഷനാണ്. ഓൾറെഡി 27 ലക്ഷം യൂണിറ്റ് വിറ്റഴിച്ച ഒരു മോഡലിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ്. ഈ ഒരു വാഹനം ഇന്ത്യയിൽ ക്ലിക്കാകുമോ കണ്ടറിയണം. ഏതായാലും ഡിസയറിനെ കുറിച്ചുള്ള ഈ റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ ഹാപ്പി മോട്ടറിംഗ്.